ഒരു മനുഷ്യനില്ലല്ലോ. എന്റെ പൊന്നു തത്തമ്മ കണ്ണുമില്ലേ? അന്ന് ഒന്നുമില്ലാത്തതിനോട് എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യമാക്കത്തേ. അവളെ പൊന്നെ അവളെ കിച്ചു. എന്തൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അഭിനയ കുല ചക്രവർത്തിനി രണസുന ബിഗ് ലൂസിലെ കാണിച്ചു കൂട്ടിയ കുറെ ബിഗ് ലൂസ് ഐറ്റംസ് ഭാവങ്ങളൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. കണ്ണാടിക്ക് മുന്നിൽ വന്നിട്ട് കരയാനുള്ള പ്ലാൻ ആയിരുന്നു. പെട്ടെന്ന് മുന്നിൽ ഒരു തത്തുമ്മേനെ കണ്ടത്. തത്തുമ്മാനെയും കൂട്ടിപ്പിടിച്ചിട്ട് അങ്ങ് കരയാൻ നോക്കിയപ്പോ തത്തുമ്മക്ക് കണ്ണുമില്ല. അപ്പൊ കണ്ണില്ലാത്ത തത്തുമ്മൂനെ നോക്കി എങ്ങനെ കരയുമെന്ന് പറഞ്ഞിട്ട് കണ്ണ് താഴോട്ട് നോക്കിയിട്ട് വീണ്ടും കണ്ണാടി നോക്കിയപ്പോ സ്വന്തം രൂപം കണ്ട് പേടിച്ച് കരയാൻ തുടങ്ങി. എന്റെ ഋതുപ്പനെ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നെഗറ്റീവ് വോളികൾ ആണ് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. പക്ഷെ അതൊന്നും എനിക്ക് വിഷയമല്ല. അതൊക്കെ ഞാനിങ്ങനെ കാറ്റി പറത്തുകയാണ് സുഹൃത്തുക്കളെ. ആരാണത് പറഞ്ഞത്? രണസുനക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് ആര് പറഞ്ഞു? ബിഗ് ലൂസ് കാണുന്ന ഒരാളും പറയില്ല എന്നുള്ളതാ. നേരത്തെ പറഞ്ഞ ഒരു തത്തുമ്മ കത്താത്തവർക്കൊന്ന് കത്തിച്ചേരാം. എന്റെ പൊന്നു തത്തമ്മ കണ്ണുമില്ലേ? അന്ന് ഒന്നുമില്ലാത്തതിനോട് എന്നാ പറഞ്ഞു. എന്റെ പൊന്നു തത്തുമ്മ കണ്ണുമില്ലേ? കണ്ണില്ലാത്തതിനോട് ഇപ്പൊ എന്താ പറയാനുള്ളതെന്നാ ചോദിച്ചത്. അഭിനയിക്കാൻ അറിയില്ലെന്ന് ആരാ പറഞ്ഞു? നല്ല നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അവിടെ വന്ന് ഫസ്റ്റ് ദിവസം തന്നെ കാണിച്ചു കൂട്ടുന്നത് നമ്മൾ കാണുന്നതല്ലേ. നെക്സ്റ്റ് ഇനി ഒരു കാര്യം ഞാൻ പറയാം, എനിക്കത് ക്ഷമിക്കാൻ പറ്റില്ല. അത്രയ്ക്കും എന്റെ മനസ്സ് കീറി മുറിച്ചു. എന്നെ ഇവിടെ നിന്റെ പേരിൽ എന്നെ വിട്ടാലും ക്ഷമിക്കില്ല. മാക്സിമത്തിന്റെ അപ്പുറം അനുഭവിച്ചിട്ടാണ് രേണുസുതി ഇതിനകത്തോട്ട് വന്നത്, ഈ ബിഗ് ബോസിലോട്ട് വന്നത്. അതിനൊരു കാരണക്കാര് നിങ്ങൾ നെഗറ്റീവ് പറയുന്നവരൊക്കെ തന്നെയാണ്. അതിന് ഒരുപാട് താങ്ക്സ്. ഇനിയിപ്പൊ ഞാൻ പോയാലും പോയില്ലല്ലോ ഒന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ എന്നെ സെറ്റ് ടാങ്ക് എന്ന് വിളിച്ച അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല. അതിന്റെ പേരിൽ ഇടയ്ക്ക് ആ ക്യാമറയിൽ നോക്കാൻ തോന്നിയ മനസ്സുണ്ടല്ലോ, അതാരും കാണാത്ത പോകരുത്. നെഗറ്റീവ് അടിക്കുന്ന ആളുകളോട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. ഇനി നെഗറ്റീവ് അടിക്കുന്ന ആളുകളെ എങ്ങാനും വല്ല തെറിയും വിളിച്ചോ വല്ല കമന്റോളികളും വന്നിട്ടുണ്ടെങ്കിൽ രണസുനക്ക് അത് ഇഷ്ടപ്പെടില്ല കേട്ടാ. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണേ. അഭിനയ കുലപതി കണ്ണാടിന്റെ മുന്നിൽ അന്ന് അഭിനയിച്ചു നോക്കിയതാ. ഫസ്റ്റ് ഒക്കെ സെപ്റ്റി ടാങ്ക് പിടിച്ച് കളിക്കാൻ നോക്കി, കുറച്ചൊക്കെ സപ്പോർട്ട് കിട്ടി. അത് കഴിഞ്ഞ് വീണ് കിട്ടിയ സാധനമാണ് വെപ്പും മുടി വെച്ച ആളുകളെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ. തുടക്കത്തിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ, ഒന്ന് കണ്ടോക്കി കാളി. മുടി തൊട്ടാലും പറഞ്ഞു ഒറിജിനൽ മുടിയുടെയാ. മുടി തൊട്ടാലും ഒരു കുഴപ്പമില്ല. ഇത് നനയ്ക്കാൻ പറ്റുമോ? അതൊന്നും കാണാത്തവർക്കൊന്ന് കാണിച്ചു തന്നതാണ്. ഓർമ്മയില്ലാത്ത ആളുകൾ ഉണ്ടാവേ. ഇത് വെച്ചാ ഭയങ്കര പ്രശ്നം, കുളിക്കാൻ പറ്റൂല എന്നൊക്കെ കുറെ ആൾക്കാർ കമന്റ് ഇടുന്നത് കണ്ട്. രണസുനെ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട് 24 മണിക്കൂറും വെള്ളത്തിൽ കിടന്ന് കുളിച്ചാലും ഒരു കുഴപ്പമില്ലാത്തൊരു വിഷയമാണ് ഇതെന്ന്. പക്ഷെ അകത്ത് കയറിയപ്പോ പൊതുവെ 5 ദിവസം കൂടുമ്പോഴേ കുളിക്കാറുള്ളൂ എന്നാണ് ഈ വെപ്പുമുടി വെച്ച ആളുകളോട് പറഞ്ഞിട്ടുള്ളതേ. അപ്പൊ പിന്നെ യഥാർത്ഥ സ്വഭാവമാണ് ബിഗ് ലൂസിൽ പോയ കാണുകയെന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫേക്ക് അല്ലല്ലോ, ഒറിജിനൽ അല്ലേ. അടുത്തത് ഓ ചേച്ചി വിചാരിച്ച പെപ്സി ആണോന്നാണാ? എന്തുവാടേ സെക്സി എന്നൊക്കെ കേട്ടപ്പോ ചേച്ചിക്ക് അച്ഛ വിദ്യാഭ്യാസത്തിന് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടേ അർത്ഥങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് കൊണ്ട് സെക്സി പണ്ടാറിഞ്ഞിപ്പോ എന്തിത് ഉദ്ദേശിച്ചത്? സെക്സി എന്താ പെപ്സി എന്നാണോന്ന് ചേച്ചി കേട്ടത് പെപ്സി എന്നാണെന്നാ തോന്നുന്നത്. കാണുമ്പോ അങ്ങനെ നമ്മൾ പറയും ഒരു 2 വീക്സ് എന്തൊക്കെ പ്രഹസനമാണ് എന്റെ പൊന്നു മക്കളെ കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കൽപ്പന ചേച്ചീനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആകാശത്തേക്ക് വിളിച്ചു കൂവുക, സ്തുതിച്ചേട്ടാ കൽപ്പന ചേച്ചിയെ കണ്ടല്ലേ കണ്ടോ? അയ്യോ എന്തുവാ അനാവശ്യമായിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഊളത്തരങ്ങള് വിളിച്ചു പറഞ്ഞിട്ട്. ഈ കൽപ്പന ചേച്ചി എവിടെ കിടക്കണ്, ഈ കൊല്ലസുതി എവിടെ കിടക്കണ്? വെറുതെ ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ ഓരോന്ന് പറയാനായിട്ട്. എന്താണ് തിരിച്ചിട്ട് ചത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നെ കുറ്റം പറയില്ല കേട്ടാ. അങ്ങനത്തെ സാധനമാണ്. ചിലപ്പോ ചാവും. മുന്നോട്ട് വെച്ച് ഈ കാല് പിന്നോട്ട് വെക്കണമെങ്കിൽ രേണുസുതി വെക്കണമെങ്കിൽ രേണുസുതി സുതിയെ പോലെ മണ്ണിനിടയിലാണ്. അത്രേ ഉള്ളൂ. അയ്യോ മുന്നോട്ട് വെച്ച കാല് ഞാൻ പിന്നോട്ട് വെക്കണമെങ്കിൽ ഞാൻ സുധീനെ പോലെ ആവണമെന്ന്, അതായത് മരിച്ചു പോകണം എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ആവട്ടെ. ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, എത്രയും പെട്ടെന്ന് ആവട്ടെ. അതാ ഞാൻ പറഞ്ഞത്. ഇത് കേട്ട് നിങ്ങൾ ചിരിച്ചു ചത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാവും. അങ്ങനെയാണ് അത്. അടിക്കാതെ സൂചന
എന്തിനാച്ചാ എന്റെ പപ്പ എന്റെ വൈഫിനെ അടിക്കാൻ വരുന്നത്? വേണ്ട കേട്ടോ. സുധി അങ്ങോട്ട് മാറി നിൽക്കും. പപ്പ സൂചാണ്ടെ മാറ്റിയിട്ടാണ് അടിക്കാൻ വരുന്നത്. അതാണ് പപ്പ. നമ്മള് വലുതാകുമ്പോ തന്നെ അടി നിർത്തും, വഴക്ക് നിർത്തും എന്നൊക്കെ ഒന്നുമില്ല. പപ്പയുടെ മുന്നേ ഇപ്പോഴും ഞാൻ കുഞ്ഞു വാവ തന്നെയാണ്. എന്റെ പപ്പ എന്നെ കഷ്ടപ്പെട്ട. അല്ലോടോ, പപ്പയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ടാണോ അവിടെ കയറ്റി നിർത്തിയത്? അല്ല, ആവശ്യമില്ലാത്ത കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇയാൾക്ക് എന്തെങ്കിലും ഒരു വിഷയം കൊടുത്തിട്ടുണ്ടെങ്കിൽ കോമഡിയാണ്. കഴിഞ്ഞ ദിവസം കൊടുത്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയെ കുറിച്ചിട്ടാണ്. വൃത്തിയെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോ കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കുളത്തിന്റെ കരയിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ കുളം നമ്മളെ തലയിലോട്ട് വെള്ളം കൊണ്ട് ഒഴിച്ചു തരണം, നമ്മൾ അതിൽ പോയി ഇറങ്ങരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്നറിയില്ല, ചക്കാന്ന് ചോദിച്ചാൽ മാങ്ങാന്നാണ് ചേച്ചി കേൾക്കുന്നത്. ചിലപ്പോ പ്രായത്തിന്റെ ഒക്കെ ആവും. ഇനി കേൾക്കാൻ പോകുന്നത് രണ ഫാത്തിമയുടെ അതിമാരകമായിട്ടുള്ള ഒരു കോളിംഗ് ബെൽ സൗണ്ട് ആണ്. ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇത് കേട്ടാൽ ഇഷ്ടപ്പെട്ടെന്ന് വരും. റെക്കോർഡ് ചെയ്ത് വെച്ചോ, വീട്ടിലെ കോളിംഗ് ബെല്ലിന് ശബ്ദം കുറവാണെങ്കിൽ അത് വെച്ചാൽ മതി. എന്തുവാടേ ഇത്? സംസാരിക്കാന് ഒരു കഴിവുമില്ല, പക്വതയുടെ അങ്ങേയറ്റാണെന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. കുറെ എണ്ണം ഉണ്ട് ഇപ്പൊ സപ്പോർട്ട് ചെയ്തിട്ടേ. അയ്യേ, വായുടെ ഉള്ളിൽ എന്താ പീപ്പിളി എന്തെങ്കിലും കുത്തി കയറ്റിയിട്ടുണ്ടോ? എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു അറിയാം. ഞാൻ ഇത് 24/7 കണ്ടോണ്ടിരിക്കണം. ഈ പണ്ടാര ശബ്ദം കേട്ടിട്ട് പൊന്നെ ചെവി പോയി. ബാക്കിയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവേണ്ട വെച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് 24/7 കണ്ടോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു മോനെ, ചെവി പോയി എന്നല്ല, എന്റെ അപ്പുറത്തേക്ക് പൊട്ടിപ്പൊളിച്ച് ഇല്ലാണ്ടായി എന്നുള്ളതാ. എന്താടോ, എന്തുവാടേ? ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കുറെ എണ്ണം ഉണ്ട് എന്നുള്ളതാ. അച്ഛൻ എടോ എന്ന് വിളിച്ചാൽ തിരിച്ച് പോടാ എന്ന് വിളിക്കണം എന്ന് പറഞ്ഞ ടീമാണ് ഇതൊക്കെ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനിയാണ് മക്കളെ രണസുനയുടെ കിടിലം ഒരു ഡാൻസ് ആണ്. ആരും മിസ് ചെയ്യരുത്. കഴിയുമെങ്കിൽ ഒരു റെക്കോർഡ് ചെയ്ത് വെച്ചോളി, ഡൗൺലോഡ് ചെയ്ത് വെച്ചോളി. എവിടെയെങ്കിലും പയറ്റിയ 4 ആള് ശ്രദ്ധിക്കും. എന്താ പൊന്നു മോനെ, ഡാൻസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. എന്നൊരു രസമാ. ഇത്തരം ഡാൻസുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ രണസുന എന്നെ വരണം കേട്ടാ. ഈ രണസുനയുടെ റീൽസിൽ കുറച്ച് ഡാൻസുകൾ ഉണ്ട്. പൊന്നു മക്കളെ, കിടിലനാണെന്നുള്ളതാ. അവിടെ എല്ലാത്തിനും അങ്ങോട്ട് മൂലക്കാക്കി ആ ഡാൻസ് കാരണം എന്നുള്ളതാ. എനിക്ക് ഇനി കാണിക്കാനുള്ള ഒരു ക്ലിപ്പ്. അതെന്റെ പൊന്നു മക്കളെ, ഇപ്പൊ കുറെ വേസ്റ്റുകളെ നമ്മുടെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ കിടന്ന് കലപിലാന്ന് പറയുന്ന കുറെ എണ്ണത്തിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ആളുകളെയാണ് കൊണ്ടുവരേണ്ടത്. എന്തൊരു കഴിവാ നോക്കിയേ. എടാ മണ്ട ഗംഗയെന്ന് വിളിച്ചോണ്ടിരിക്കാതെ പോലെ ആംബുലൻസ് വിളിച്ച എന്നെ കൊണ്ടുവരുന്ന നടുവൊടിഞ്ഞെന്ന് തോന്നുന്നത്. ഇങ്ങനെയുള്ള കാലിബറുള്ള ആളുകളെയാണ് കൊണ്ടുവരേണ്ടത്. എന്തൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റാ നോക്കിയേ. ഇനി മോനെ, ഇതിൽ ശരത്ത് എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? സത്യം പറഞ്ഞാൽ അവനെന്നല്ല കൊണ്ടുവരേണ്ടത്, ഇവരെ കൊണ്ടുവരണം. കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡാൻസ് ആ പാട്ടിന് വന്ന് ഇപ്പോഴാ. ഇതാണ് ഗായത്രി ചേച്ചി. ഇവരൊക്കെ അല്ലേ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരേണ്ടത്? എന്തുകൊണ്ട് ഇവർക്ക് അവസരം കൊടുത്തില്ല എന്നുള്ളൊരു വല്ലാത്തൊരു ചോദ്യം പല ആളുകളും കമന്റിൽ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാ. ഇവരെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ രണസുനെ തോൽപ്പിക്കാൻ കഴിയും ഡാൻസിൽ, അല്ലാതെ വേറെ ആർക്കും രണസുനെ തോൽപ്പിക്കാൻ പറ്റൂല. 100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം അവരെ അവിടെ. 100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം അവരെ അവിടെ. എന്തെന്റെ പൊന്നു ബിഷപ്പെ പറ്റിയത്? ഇങ്ങനെ നേരുന്നില്ലല്ലേ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സഹായിച്ച കൈക്ക് എന്നെ കൊത്തിയവളാണ് രണസുന എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സപ്പോർട്ടാ. എന്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോയാണാവട്ടെ. നിർത്തി തേഞ്ഞൊട്ടി വിന്നായിട്ടെങ്കിൽ പോരട്ടെ. അത് അവര് കപ്പും കൊടുത്തേക്കും വിടട്ടെ. തേഞ്ഞൊട്ടണം, കള്ളം പറഞ്ഞ് തെളിയിക്കണം. ഞാൻ തന്നെ തെറ്റിദ്ധരിച്ച് ഇദ്ദേഹത്തിന് ഇത് എന്ത് പറ്റിയെന്ന് വിചാരിച്ച്. പിന്നെ മനസ്സിലായത് തേഞ്ഞൊട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി ബിഗ് ലൂസിന്റെ ഉള്ളിൽ വെച്ചിട്ട് അത്യാവശ്യം ലൂസ് മോഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണസുന എന്താണെന്നും രണസുന ഏതാണെന്നും എങ്ങനെയാണെന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പോലും പറ്റുന്ന രീതിയിലേക്കായി, അതായത് പ്രവചിക്കാൻ പോലും കഴിയുന്ന രീതിയിലേക്കാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. അകത്ത് എക്സ്പോസ് ആണ് എന്ന് മനസ്സിലായി. ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആൾക്ക് മനസ്സിലായി. സഹായിച്ച കൈക്ക് എന്നെ കൊത്തയാള് ഞാൻ സപ്പോർട്ട് ചെയ്യണ കണ്ടപ്പോ തെറ്റിദ്ധരിച്ചുട്ടാ എന്റെ ബിഷപ്പേ. അടുത്തത് അത് ഓൾറെഡി ഞാൻ നല്ല എന്താ പറയാ, എന്റെ ഹസ്ബൻഡ് സുചേട്ടൻ മരിച്ചെന്ന് പോലും പറയാൻ എനിക്ക് പറ്റത്തില്ല. ആള് മരിച്ചേ പിന്നെ ഒരുപാട് സൈബർ ബുള്ളിങ് ഒത്തിരി ഏറ്റ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം
ഓൾറെഡി അപ്പൊ ഇവിടെ വന്നപ്പോ അങ്ങനെ ആ പിറ്റേ ദിവസം തന്നെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമ്മുടെ 5-6 ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ അത് വേറെ തരത്തിലാവുക. എനിക്ക് തോന്നി 5-6 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് വേറെ തലത്തിലേക്ക് ആവും തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ലേ പറയാ. സുധിച്ചേട്ടൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം മുതലൊന്നും രണസുനെ നിങ്ങളെ ഏറിപ്പോയിട്ടില്ല. നിങ്ങളെ ഏറിപ്പോയുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൽപ്പന ചേച്ചി അവിടെ സുധിയേട്ടൻ കേട്ടോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന പരിപാടികളല്ലേ. ഇത് നിങ്ങൾ പുറത്തേക്ക് വന്നിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായത്തരങ്ങൾ കൊണ്ടാ. കൊല്ലസുതി 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 കൊല്ലസുതി. ഇത് 24 മണിക്കൂറും പറഞ്ഞിട്ട് അദ്ദേഹത്തിനുള്ള വിലയും പോലും നഷ്ടപ്പെടുത്തി അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് അലിഗേഷനും പുറത്തേക്ക് വന്നപ്പോ ഉണ്ടായതാണ്. അല്ലാതെ ഒന്നും നിങ്ങൾ കൊല്ലസുതിയുടെ ഭാര്യയാണെന്ന് വെച്ചുകൊണ്ടൊന്നും ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇതിനൊക്കെ കാരണക്കാർ ഇവിടെയുള്ള സോഷ്യൽ മീഡിയക്കാർ തന്നെയാണ്. പിന്നാലെ ഈ വടിയും കുന്തേറ്റ് നടന്നിട്ട് ഓരോന്ന് ചോദിച്ച് അവസാനം ഇവരെ ഏറിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. എന്തായാലും ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറിയപ്പോ നല്ല രസകരമായ കുറെ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. കുളിയാണെങ്കിൽ കുളി, വൃത്തിയാണെങ്കിൽ വൃത്തി, വാപ്പൂട്ടാണെങ്കിൽ 1.5 വാപ്പൂട്ടാണ്. എന്തായാലും കൊള്ളാം. നമുക്ക് വീണ്ടും പുതിയ അങ്ങനത്തെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതൊരു സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.